Hey Siri, open curtain. Okay, done. Hey Siri, close curtain. Okay, done. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കർട്ടൻസ് ചെയ്യാൻ പറ്റുന്ന റാക്കും അതുപോലെ തന്നെ അതിൻ്റെ ഒരു മോട്ടറാണെന്ന് ഇവിടെ നമുക്ക് പരിചയപ്പെടുത്താൻ തരാനുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. ഇതിലിപ്പോൾ ഇവിടെ വരുന്നത് 2.5 മീറ്റർ മുതൽ 4.5 മീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന റാക്കാണ് നമ്മുടെ അടുത്തുള്ളത്. ഇത് ജസ്റ്റ് ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എത്രയാണ് ഇതിൻ്റെ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള റാക്ക് റെഡിയാണ്. അതുപോലെ തന്നെ ഈ മോട്ടറിൻ്റെ ഫിറ്റിങ്സും വളരെ എളുപ്പത്തിൽ ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഇതിവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടറും സെറ്റായി. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു റാക്കും മോട്ടറാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു റിമോട്ട് വരുന്നുണ്ട്, ഓപ്പൺ ക്ലോസ് ആൻഡ് സ്റ്റോപ്പ് ഇത്തരം ബട്ടൺസ് വരുന്ന റിമോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ബ്രാക്കറ്റും ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗത്ത് കവർ ചെയ്യാനുള്ള ഒരു കവറിങ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്ന ഇൻറ്റീരിയർ ഡിസൈൻസിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കർട്ടനും അതുപോലെ തന്നെ കർട്ടൻ റാക്കും അതുപോലെ തന്നെ മോട്ടറാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഇൻസ്റ്റാളേഷനിലേക്ക് വരുന്ന സമയത്ത് എത്രയാണോ നമുക്കിതിൻ്റെ ലെങ്ത്ത് വേണത് അപ്പോൾ ആ ഒരു സ്പേസിൻ്റെ മെഷർമെൻ്റ് ആദ്യം എടുക്കുക. അതിനുശേഷം ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്രൂ കാണുന്നുണ്ട്. ഇതാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ക്രൂ. ഈ സ്ക്രൂ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കഴിഞ്ഞാൽ ഈ ട്രാക്ക് രണ്ടും ഫ്രീ ആയി മാറും. അത് ജസ്റ്റ് ഇതിനെ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് ലെങ്ത് വേണ്ടത് അതിനെ മാർക്ക് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ സ്ക്രൂ വീണ്ടും ടൈറ്റ് ആക്കുക. ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ ഫിക്സ് ആയി, ഇത് പിന്നെ മൂവ് ആവില്ല. അതിനുശേഷം ശരിക്ക് ഇതിൻ്റെ ബ്രാക്കറ്റാണ് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളത്. ബ്രാക്കറ്റിലേക്ക് വരുമ്പോൾ 8 ബ്രാക്കറ്റാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ബ്രാക്കറ്റ് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക, ബ്രാക്കറ്റ് ഫിക്സ് ആയി. അതുപോലെ തന്നെ ഇവിടെ ഡബിൾ ട്രാക്കാണ് വരുന്നത്, പക്ഷെ നമ്മളൊന്ന് ഇങ്ങനെ ഫിക്സ് ചെയ്യാം.